ചെറുകിട കർഷകർക്ക് പറ്റിയതാണ് ഈ പുകപ്പുര. കാരണം നിങ്ങളുടെ പുകപ്പുര കണ്ടിട്ട് അങ്ങനെയാണ്, നിങ്ങളാണ് ശരിക്കും എന്നെ പ്രേരിപ്പിച്ചത്. ഇത് വലിയ പൈസയൊന്നും ആയില്ല. എന്താന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 120 ഒരു കവുങ്ങ് സംഘടിപ്പിച്ചാൽ ഇതെല്ലാം കീറിയിട്ട് ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ ഇടാലോ. നല്ല ഉണങ്ങിയ ഷീറ്റ് 2 ദിവസം ആയതേ ഉള്ളൂ ഇത്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെ നമ്മളെ കാസർഗോഡ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാലിച്ചാനടുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു മുന്നേ ഒരു പുകപ്പരയുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇവിടെ ഉള്ള ഒരു ചേട്ടൻ അതേപോലെ എന്ന് പറയാൻ പറ്റില്ല, അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് അതുപോലത്തെ ഒരു പുകപ്പര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വിശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പുറകെ കാണുന്ന പുകപ്പര. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടിട്ട് ഇതിന്റെ കുറച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് വളരെ എളുപ്പത്തിൽ എങ്ങനെ റബ്ബർ ഷീറ്റ് പുകയിട്ട് ഉണക്കിയെടുക്കാന്നുള്ളതും കൂടിയാണ് ഇപ്പൊ നമ്മളിത് കാണിക്കാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാ ഈ കാണുന്നതാണ് പുകപ്പരട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി ഉണ്ടാക്കിയ ആളെ ഒന്ന് പരിചയപ്പെടണ്ടേ. അപ്പൊ ഉണ്ടാക്കിയ ചേട്ടന് നമ്മളെ കൂടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? എങ്ങനെ? മണി. അപ്പൊ എത്ര നാളായി ഇങ്ങനെ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയ ഒരു 10-18 വയസ്സായപ്പോ തന്നെ ടാപ്പിങ്ങും റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്നു. ഒരുപാട് വർഷമായി എക്സ്പീരിയൻസ് ആയിട്ട്. ഈ ഒരു പുകപ്പര ഉണ്ടാക്കാൻ എങ്ങനെ എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്? ഈ ഒരു ഇത്രയും ചെറിയൊരു പുകപ്പര ഉണ്ടാക്കാന് ഞാൻ പല പുകപ്പുരകളും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ഒരു പുകപ്പുര കാണാനിടയായി ഫേസ്ബുക്കിൽ. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലളിതമായ രീതിയിൽ ചെലവ് ചുരുക്കി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുകപ്പുരയാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ കടന്നുകൂടി. അപ്പോൾ അതിന് ശേഷമാണ്, നിങ്ങൾ ആ പുകപ്പുര കണ്ടതിന് ശേഷമാണ് ഇതുണ്ടാക്കിയത്. അപ്പൊ നമ്മൾ കുറെ നാള് മുമ്പ് നമ്മളെ പുകപ്പരന്റെ വീഡിയോ 2-3 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ പുകപ്പര ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഏട്ടൻ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതേ സ്റ്റൈലില് കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടാണ് ഏട്ടൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പുകപ്പര ഒന്ന് കാണിച്ചു കൊടുക്കല്ലോ. എന്നാല് അപ്പൊ തുറന്ന് കാണിക്കാൻ പറ്റുമോ? അപ്പൊ എന്നാ ഒന്ന് കാണട്ടെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കി അതിന്റെ സെറ്റപ്പും സംഗതികളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അപ്പൊ ഏട്ടാ, നമ്മൾ ഈ ഒരു പുകപ്പര ഉണ്ടാക്കപ്പോ ഏകദേശം ഇപ്പൊ നമുക്ക് എന്തായാലും ചെലവ് വരും? വലിയ പൈസ ഒക്കെ ചെലവായോ? അപ്പൊ ഇതിന് ചെറിയ പൈസയാവുള്ളൂ. നമ്മൾ എന്ന് പറയുമ്പോ നിങ്ങളുടെ ആ വീഡിയോ കണ്ടപ്പോ നമുക്കതൊരു വലിയ ഇഷ്ടമായി. ആ ഇഷ്ടം കൊണ്ട് വലിയ പുകപ്പുരയ്ക്ക് പോകാതെ എത്ര ചെലവ് ചുരുക്കി ചെയ്യാവോ അങ്ങനെ ചെയ്തതാണ് ഇത്. ഇപ്പൊ ഏകദേശം ഒരു 125 വെട്ടുകല്ലുകൾ വേണ്ടി വന്നു. ഇതിപ്പോ സൈഡ് വഴി ഇങ്ങനെ കല്ല് വെച്ച് ഷീറ്റ് പാറി പോതക്കാൻ വേണ്ടിട്ടേ, കാറ്റ് വരുമ്പോ പാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലിങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എങ്ങനെ ഷീറ്റ് എടുക്കുന്നത്? ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെ ഇങ്ങനെ കയറും. ഇങ്ങനെ കയറിയിട്ട് ഇവിടെ കയറി ഇങ്ങനെ ഇതെല്ലാം എടുത്ത് മാറ്റും കേട്ടോ. ഇതെല്ലാം മാറ്റിയിട്ട് ഇവിടെ ഇതിന്റെ ഉള്ളിൽ 2 കല്ല് വെച്ചിട്ടുണ്ട്. ഈ കല്ലിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയല്ലോ, കംപ്ലീറ്റ് ഓപ്പൺ ആയല്ലോ. ഈ സാധനം മൊത്തം ഇത് കംപ്ലീറ്റ് എടുത്ത് മാറ്റും. ആ മാറ്റുമ്പോഴും ഇത് വീണ്ടും ഫിറ്റാക്കുമ്പോഴും മാത്രമേ ഒരല്പം നമ്മൾ വിഷമിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല. അങ്ങനെ വളരെ ഈസിയാണ്. അങ്ങനെയൊക്കെയാണ്. ഇതിന്റെ ഓട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ലൈൻ ഓട്, ഒരു 4-5-6 ഓട് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ ഈ ടിന്ന്, ഈ ഷീറ്റ്, പിന്നെ ഈ കുഞ്ഞു ഈ ടൈൽസിന്റെ കഷ്ണം ഇങ്ങനെ ഇവിടെ ഒരു കാരണവശാലും തീ പിടിക്കില്ല. പിന്നെ ഇത് ഒന്ന് പുകയിട്ടിട്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും പോവുകയോ വരികയോ ഒക്കെ ചെയ്യാമല്ലോ. അങ്ങനെയാണ്. ഇത് കുറച്ചായി. നിങ്ങളുടെ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ്. അപ്പൊ ഒരു 4-5 കൊല്ലായിട്ട്. ഏകദേശം അത്രയായി. ഇതിപ്പോ എത്ര ദിവസം കൊണ്ടാണ് ഷീറ്റ്? 4 ദിവസം.
ഏകദേശം എന്തേരം ഷീറ്റ് അപ്പൊ ഇതിനകത്ത് ഇടുന്നത്? ഏകദേശം ഒരു 90-100 ഷീറ്റ് ഉം. ഇതിനകത്ത്. നേരത്തെ ഈ ഒരു കമ്പിൽ 3 ഷീറ്റാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഷീറ്റ് കുറച്ച് വലിപ്പം കൂട്ടി, വീതി നീളവും ഒരല്പം കൂട്ടിയത് കൊണ്ട് 2 എണ്ണമേ ഇടാൻ പറ്റുന്നുള്ളൂ. മറ്റേ ഈ അകലത്തിൽ 3 ഷീറ്റ് എന്തായാലും ഇടാം. അങ്ങനെയാണ്. ഇനി നമുക്ക് അടുപ്പ് കാണണ്ടേ, പുകയിടുന്ന സ്ഥലം കാണണ്ടേ, അതും കൂടെ കാണാം. ഇനിയിപ്പോ മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഷീറ്റ് വെച്ച് കെട്ടിയാൽ മതി. ഒരു ടാർപ്പ എന്തെങ്കിലും വലിച്ചു കെട്ടിയാല് വേനൽക്കാലത്തിന് പോലെ തന്നെ പുകയിടാനും ഇവിടെ ഇരുന്ന് ചകിരി വിറക് ഇടാനും എല്ലാം സൗകര്യമുണ്ട്. ഇതിനകത്ത് ഇപ്പൊ എന്താ പുകയിടാൻ ഉപയോഗിക്കണേ? ഈ അടയ്ക്ക ചപ്പുണ്ടല്ലോ, അടയ്ക്ക ഉലിച്ചതിന്റെ അത് കിട്ടിയില്ല എങ്കിൽ മറ്റേ ചകിരി, തേങ്ങയുടെ ആ ചകിരി, അതിന്റെ മുകളിൽ ഒരു 2 ചെറിയ കഷ്ണം പിറക് ഈ റബ്ബറിന്റെ ഒടിഞ്ഞു വീണത് പഴകിയത് 2 എണ്ണം തിരികെ കൊടുത്താല് സംഭവമൊക്കെ ആയി. അങ്ങനെ അടക്കച്ചപ്പ കെട്ട് കഴിഞ്ഞ പിന്നെ വെള്ളം തളിക്കൊക്കെ ചെയ്യോ, തീ പിടിക്കാതെക്കാൻ വേണ്ടി? വെള്ളം തളിക്കൽ കുറവാണ്. പിന്നെ എല്ലാം ഇട്ട് പുകയാൻ തുടങ്ങിയാൽ ഇതെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഒരു ടൈറ്റ് ആക്കിയിട്ട് നിർത്തും. ഇത് ഇങ്ങനെ വെച്ച് ടൈറ്റാക്കി സംഭവമായി. അത്രയേ ഉള്ളൂ. ഇപ്പൊ ചെറിയ തീ ഇട്ടാലും നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ ഒന്ന് പോയി വരണം, പുറത്ത് പോയി വന്നാലും ഒന്നും പേടിക്കാനില്ല, അത്ര സേഫ് ആണ്. അപ്പൊ ചേട്ടാ, നമ്മള് ഈ ഒരു പുകപ്പരക്ക് ഇപ്പൊ ഏകദേശം എന്തേരം ചെലവായിട്ടുണ്ടാവും? ഇപ്പൊ വലിയ സംഖ്യക്ക് ആയിട്ടോ ഉണ്ടാവും? ഇത് വലിയ പൈസയൊന്നും ആയില്ല. എന്താന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 125 വെട്ടുകല്ല്, പിന്നെ കുറച്ച് മണ്ണിൽ കുഴച്ചിട്ട് ഇതിങ്ങനെ ഇത് മണ്ണിൽ കുഴച്ച് കെട്ടിയേക്കുന്നതാണ്. പിന്നെ ഒരു കുറച്ച് കവുങ്ങിന്റെ, ഇതെല്ലാം കവുങ്ങിന്റെ സാധനമാണ്. ഒരു കവുങ്ങ് സംഘടിപ്പിച്ചാൽ ഇതെല്ലാം കീറിയിട്ട് ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ ഇടാലോ. ഷീറ്റ് നല്ല 4 ഷീറ്റ് ആയില്ലേ? നല്ല ഉണങ്ങിയ ഷീറ്റ്. 2 ദിവസം ആയതേ ഉള്ളൂ. ചെറിയൊരു കമ്പിന്റെ പാട് മാത്രമേ ഉള്ളൂ. അതൊന്ന് മറിച്ചിട്ടാല് 2 ദിവസം കൂടെ ഉണക്കിയാല് നല്ല ഷീറ്റ് ആവും. അങ്ങനെയാണ്. ഷീറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങുന്നുണ്ട് കേട്ടോ. 2 ദിവസം പുകയിട്ടിട്ട് പിന്നെ മറിച്ചിട്ട് മറിച്ചിടുകയാണ്. 2 ദിവസം കൊണ്ട് പുക പിടിച്ചു. ഒരു 4 ദിവസം മൊത്തം 4 പുക ഇട്ട് കഴിഞ്ഞാല് ഷീറ്റ് ആയി. അങ്ങനെയാണ്. നമ്മള് വലിയ പോപ്പരയാക്കാന്നുണ്ടെങ്കിൽ അതിന് സിമെന്റ്, മണൽ, എല്ലാ സാധനങ്ങളും ചെലവാണ്. ഹൈറ്റ് കൂടുന്തോറും കട്ടയും സാധനങ്ങളൊക്കെ. ചെറുകിട കർഷകർക്ക് പറ്റിയതാണ് ഈ പുകപ്പുര. കാരണം നിങ്ങളുടെ പുകപ്പുര കണ്ടിട്ട് അങ്ങനെയാണ്, നിങ്ങളാണ് ശരിക്കും എന്നെ പ്രേരിപ്പിച്ചത് ഈ ചെറിയ ലളിതമായ ചെറിയ ചെലവില് ഒരു പുകപ്പുര ഉണ്ടാക്കാൻ വേണ്ടി. അതും പ്രകാരം ഞാൻ ഉണ്ടാക്കി, അത് സക്സസ് ആയി. ഇപ്പൊ വീട്ടിലത്തെ ഷീറ്റ് ഇടുന്നതും എടുക്കുന്നൊക്കെ ഞാൻ തന്നെ. അപ്പൊ എന്റെ ആ ഒരു ഹൈറ്റിന് ഇത്രക്കേ ഉള്ളൂ ഹൈറ്റ് ഉള്ളത്. കണ്ടിരുന്നു. പിന്നെ വേണമെങ്കിൽ 2-3 കട്ടവിടെ വെച്ചിട്ട് എനിക്ക് ഹൈറ്റ് അങ്ങനെ പാകമാക്കി വെച്ചേക്കാണ്. അപ്പളേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളിട്ടോ. അതേപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്തിട്ടോളൂ. പിന്നെ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് നമ്മളത് ഇനിയും ഉണ്ടാകും. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലേ വീണ്ടും ഇതേപോലത്തെ വീഡിയോസ് എല്ലാം നിങ്ങളെ കയ്യിലെത്തുള്ളൂ. നിങ്ങളെ ചാനൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിടത്തോളം വീഡിയോസ് എല്ലാം വളരെ നല്ലതാണ്. നല്ലതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതാണ് നിങ്ങൾ ഇതുവരെ ചെയ്തത്. അപ്പോൾ നിങ്ങളെ കണ്ടിട്ടില്ല, ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. ഓക്കെ, താങ്ക്സ്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കും വലിയൊരു സന്തോഷമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളങ്ങനെ കാണുമ്പോഴാണെങ്കിലൊക്കെ നല്ല ഒരു ഇതാണ്, ആൾക്കാരായിട്ടുള്ള അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആയിക്കോട്ടെ. പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. തീർച്ചയായിട്ടും സാധാരണക്കാരുടെ സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. കാരണം നിങ്ങൾ ഇതുവരെ ചെയ്തത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും എന്നും എപ്പോഴും. ഒത്തിരി തിരക്കേറിയ ആ ഒരു ടൈമിൽ വിലയേറിയ സമയം നമുക്കും വേണ്ടി ചെലവഴിച്ചതിന് ചേട്ടനോട് ഒരുപാട് നന്ദി പറയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കണു. ഇപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ
എന്താ പറയാ ഒരു പോപ്പര ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ വലിയ പൈസ എന്നൊക്കെ വിചാരിച്ചിട്ട് എങ്ങനെയാ ഒരു പോപ്പര ഉണ്ടാക്കുക ഒക്കെ വിചാരിച്ചു അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും ഈ ഒരു പോപ്പര കണ്ടു കഴിഞ്ഞാല്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.